വിളിച്ച ഫോൺ എടുക്കാത്തത്? ഞാനൊരു സംസാരിച്ചിരുന്നു. പറ. കഴിഞ്ഞാ ഫ്രീ ആയാ? ഇല്ല, സത്യത്തിൽ പറഞ്ഞോ. അത് ഞാനേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാന് നിങ്ങൾ പറയല്ലേ മറ്റേ ആഷിക്കിന് ഞാന് 1 ലക്ഷം റുപ്യ ഇപ്പോഴും കൊടുക്കണ്ടല്ലോ. അത് മറ്റേ വണ്ടിന്റെ കേസ് പറഞ്ഞില്ലേ, അതിന് ശേഷം നിങ്ങളെ താറിന്റെ കേസ് വന്നത്. അങ്ങനെ ഓന് ഇന്നെ കുറെ വിളിച്ച്. ഞാൻ ഇപ്പോഴും ഓനക്ക് ഉറപ്പായിരുന്നു ഞാൻ എന്താ ഇല്ല കൊടുത്തിട്ടില്ല. അന്ന് നിങ്ങൾ ഓൻ്റെ 5 ഉറുപ്പ അല്ലേ നിങ്ങൾ മേടിച്ച്? 5 രൂപ മേടിച്ചിട്ട് ഓ അന്ന് പറഞ്ഞു വെച്ചാല് 5 ലക്ഷം റുപ്യയില് എത്രയോ പൈസ പോലീസുകാർക്കും കൊടുത്തിട്ട് 4 സംതിങ് ഒന്ന് കൈ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അത് പിള്ളേനാണോ? 5 ലക്ഷം റുപ്യ നിങ്ങൾ ഓനക്ക് കൊടുത്തിക്കണോ? അതൊക്കെ 4 നിങ്ങൾ കൊടുത്തിട്ടുള്ളൂ? ഞങ്ങള് ഫുള്ള് 5,50,000 രൂപ കൊടുത്തു മോനെ. അതെന്തിന്? വക്കീലും മാറ്റങ്ങളൊക്കെ അപ്പാടായിട്ട്. പിന്നെ ഒരു ബ്രോക്കർ ഉണ്ടായിരുന്നു, സെറ്റിൽമെന്റ് ആക്കണ്ടായിരുന്നു. ആ നായി എന്നിട്ട് ഒരു മിനിറ്റ് 5 ലക്ഷം റുപ്യ ആശിക്കിന് കൊടുത്ത് 50,000 റുപ്യ നിങ്ങൾ പോലീസുകാർക്ക് വക്കീലൊക്കെ അല്ലേ? സെറ്റിൽമെന്റ് അങ്ങനെ. അപ്പൊ നിങ്ങൾ പൈസ അറിഞ്ഞിട്ടാണ് നിങ്ങൾ കളിച്ചല്ലേ? നമ്മളത് അന്ന് ഞാൻ ചതിയില് കുടുങ്ങിയതല്ലടാ. നമ്മളത് ഇതിന്റെ ഒപ്പം വന്ന ആൾക്കാർ ചതിച്ചതാടാ. അല്ലടാ, സത്യം. അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയാണെങ്കിൽ അള്ളാനെ മുന്നിട്ട് ഞാനോട് പറയണു, ഞാനത് ചെയ്തിട്ട് അതൊന്നും ചോദിച്ചിട്ടില്ല. അത് നിങ്ങളതായ ന്യായീകരിക്കണ്ട. പോട്ടെ ചെയ്ത് പോട്ടെ. ഞാൻ ചോദിക്കണതല്ല. ഇന്ന് ആശിക്ക് പറഞ്ഞ 4 സംതിങ് ക്യാഷ് ഓനക്ക് കിട്ടിയുള്ളൂ, ബാക്കി പൈസ പോലീസൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ നിങ്ങളാണ് ഓനെ കൊടുത്തത് പൈസ? അല്ല, ഓനും കൊടുത്തിട്ടുണ്ടാവും. ഓൻ കൊടുക്കാതെ ഒന്നും ഇത്ര എഫക്റ്റ് ആവൂല. നല്ല എഫക്റ്റ് രീതിയിലല്ലേ വന്നത്. എവിടൊക്കെ പൈസ ഓനക്കും പൈസ നിങ്ങൾ ഇത് പോലീസുകാരെ കയ്യിലെ കാശ് കൊടുത്ത് ഓൻ്റെ കയ്യിൽ കൊടുത്ത കാശ്? നമ്മള് വക്കീല് മുഖേന. അപ്പൊ പോലീസുകാർക്ക് ഓനും കൊടുത്തിട്ട് പൈസ നിങ്ങൾ കൊടുത്തു? അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ ഓലിക്ക്. പക്ഷെ എന്താ നിങ്ങള് എന്തോ ഒരു ഭാഗത്ത് ഞാൻ കഴിച്ചതായിട്ടുള്ള അറിയാലോ. അത് അന്ന് ക്ലിയർ. ഞാൻ അപ്പത്തേക്ക് ഒക്കെ വെച്ചു കൊടുത്തില്ലേ? ഞാനൊന്നും നോക്കിയില്ലല്ലോ. ഞാനുള്ളിൽ കേറിയോ? സംഭവം ഗെയിം പാടി നിങ്ങളെ കൂടെ ഉള്ളവര് പെട്ട്. അന്ന് ചെക്കൻ എന്തോ ജയിലായില്ലേ? പിന്നെ ഓലൊക്കെ അതോ ഇന്നൊക്കെ അള്ളാ റബ്ബേ ഇന്നൊക്കെ പിടിക്കാനായി. പിന്നെ നിങ്ങളെ കണ്ടാ അറിയാം നിങ്ങൾ ഇത്ര ഒരു ഗെയിമറാണ്. നിസ്കാരം കാര്യങ്ങളായിട്ട് എങ്ങനെ കിടക്കല്ലേ? അത് ഒരു ഞാൻ കാര്യമാട്ടെ. ഇപ്പൊ നിങ്ങൾ ഇന്നോട് ചതിന്ന് പറഞ്ഞില്ലേ? ഞാനൊരു കാര്യമാട്ടെ നിങ്ങൾക്ക്. ഇപ്പൊ അങ്ങനെ പൊന്നാനത്തെ കേസോ 5 റുപ്യ ആക്കുള്ളൂ. അപ്പൊ അതോ ഇല്ല. പൊന്നാനിത്തെ കേസ് എന്താന്ന് ചോദിച്ചോക്കെ വേണ്ട. ഇത് കേട്ടോ ഇത് പൊന്നാനിക്ക് വിളിക്കുക, എന്നിട്ട് ചോദിക്കുക. അവര് ഇപ്പൊ സത്യസന്ധതായിട്ട് 3 ലക്ഷം രൂപ 5 തരാന്ന് പറഞ്ഞ് കൊണ്ടുപോയി. എന്നിട്ട് അവരവിടെ നമുക്ക് ചീറ്റ് ചെയ്തു. 3 റുപ്യ തന്നു, പിന്നെ തരാന്ന് പറഞ്ഞിട്ട് കളിപ്പിച്ചു. കേട്ടോ, ഇതിനും കാരണം ഈ ഒരു കളിപ്പിക്കലാണ് ഞങ്ങൾക്ക് ദേഷ്യം പിടിച്ചത്. അല്ലല്ല, അപ്പൊ ചോദിക്കുമ്പോ ഓര് പറഞ്ഞു വണ്ടി തരില്ല. ഞങ്ങൾക്ക് ഈ പറഞ്ഞ എഗ്രിമെന്റ് കേട്ടോ, ആ എഗ്രിമെന്റ് ചോദിച്ച സമയത്ത് അവർക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ മുണ്ടിയില്ല. എന്നിട്ടോ ഇതിപ്പോ വിളിച്ചു ചോദിച്ചോക്കാം. 1,30,000 റുപ്യ ഞാൻ ആ ചങ്ങായിക്ക് ഇട്ട് കൊടുത്തു. ഇനി 1,60,000 റുപ്യ ഇനി കൊടുക്കാനാ അവനക്ക്. പക്ഷെ ഞാൻ മാഷാ അല്ലാഹ് ജോലിക്ക് വിളിച്ചു വെച്ചോ. ഓന്റെ നമ്പർ ഞാൻ തരാം. എറണാകുളത്തൊരു കേസ് ഉണ്ടായില്ലേ ഫ്ലാറ്റ് ഇതേപോലെ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞല്ല. ഏത്? ഇതേപോലെ എറണാകുളത്ത് ഇതേപോലെ ഈ താറ് വെച്ചിട്ട് നിങ്ങൾ പൈസ മേടിച്ചിട്ട് പെരുമ്പാവൂരല്ലേ? പെരുമ്പാവൂര്. അത് കൊടുത്തു, അത് ക്ലിയർ ആക്കി. അതും കളിച്ചാവൂലേ? അല്ലല്ല. ഈ കുട്ടണ്ടല്ലോ, കോഴിക്കോട് കുട്ടന്റെ കെയർ ഓഫിലാണ് അത് വെച്ചത്. അത് 3.5 ലക്ഷം റുപ്യക്ക്. പക്ഷെ അത് നമ്മൾ സെറ്റിലാക്കി. ഞാൻ ചെയ്തതൊന്നും ഞാൻ സെറ്റിലാക്കാതിരുന്നിട്ടില്ല. അതാ അല്ല ഞാൻ ഇതിന്റെ അവസ്ഥ പറഞ്ഞു. 1.25 ലക്ഷം കൊടുക്കാണ്ട് എനിക്ക് 1 റുപ്യ മറിക്കാൻ വേണ്ടി ഞാൻ സംഭവം ചെയ്തത്. പക്ഷെ ആ ചെക്കൻ എന്തോ ഭാഗത്തിന് ഇതുവരെ വിളിക്കണില്ല. എന്റെ നമ്പർ പോയെന്നൊന്നും അറിയില്ല. ഇപ്പോഴും വിളിച്ചിട്ടില്ല. അൽഹംദുലില്ലാഹ് പറഞ്ഞു. ജിജു കുടുങ്ങാതെ അൽഹംദുലില്ലാഹ്. ഞാൻ പഠിച്ചോനെ ഞാൻ പൈസ കൊടുക്കണം. എന്റെ കയ്യിൽ ഒന്നും ഇല്ലാത്ത കാരണമാണ്. മനസ്സിലായോ? കൊടുക്കണമെന്ന് എനിക്കറിയാം. ഞാൻ ചോദിച്ചത് നിങ്ങളിപ്പോ എന്താ അവസ്ഥ? നിങ്ങളിപ്പോ രക്ഷപ്പെട്ടിരിക്കണ അതന്നെ വല്ല ഗെയിം ഉണ്ട് നിങ്ങളുടെ കയ്യിൽ? അത് നമുക്ക് ഈ പരിപാടി നടന്ന് എന്തെങ്കിലും കിട്ടുമോ? ഈ സ്ഥലത്തിന്റെ കൂട്ടജ് നാളെ വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്റെ കയ്യിൽ 2 ടീം. എനിക്കിപ്പോ ഒരു താരനോ ടീമുണ്ട്. ഓട്ടോമാറ്റിക് മാനുവൽ ഓട്ടോമാറ്റിക് ടീമുണ്ട്. പണയത്തിന് എടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നിങ്ങളെ ഏത് വണ്ടി? നിങ്ങളെ ടാക്സി കൊടുക്കണ പണയത്തിന്? അല്ല, ഇന്ത്യക്ക് വേറൊരു വണ്ടി ഉണ്ട്. ഏത്? അതെ, നല്ല ഡീലിങ് മാത്രം പറഞ്ഞാൽ മതിട്ടാ.
ഉടായ്പ ഡീലിംഗ് വേണ്ട. അത് സഫാരിയാണ് വണ്ടി. ഇത് പഴയ മോൾ വണ്ടി അല്ല, പുതിയത് 2024. സഫാരി ഏതാണ്? ഞാൻ ഫോട്ടോ മുട്ടരാം. ഹാരിയറിന്റെ അതേമാതിരിക്ക് 7 സീറ്റ്. അത് എത്ര രൂപ വേണം? അത് പൊന്നാനിത്തെ വണ്ടിയാണ്. നമ്മ കാട്ടിയത് വണ്ടിയാ? ആ, അതാര വണ്ടി? അത് പൊന്നാനിത്തെ വണ്ടിയാണ്. അത് സംഭവം എന്താ, അതിന്റെ ഹിസ്റ്ററി ഞാൻ പറഞ്ഞുതരാം. ഗൾഫിൽ നിന്ന് ഒരു പൈസ കൊടുക്കാണ്ട്, അങ്ങനെ ആ ചെങ്ങായി ഈ RC ഓണർ ഇത് പണയം വെച്ചിരുന്നാണ്. ഈ പണയം വെച്ച ചെങ്ങായി, അതായത് ഇപ്പൊ RC ഓണർ എന്റെ കയ്യിൽ പണയം വെച്ചു, ഇജ്ജിക്ക് പൈസ തരാണ്ട്, പക്ഷെ ഞാൻ എന്റെ അടുത്ത് വന്നപ്പോ ഇജ്ജിക്ക് വണ്ടിന് തന്നു. അങ്ങനെ വന്ന് കിടക്കണ വണ്ടിയാണ് ഈ വണ്ടി. എത്ര രൂപക്ക്? 5 ലക്ഷം രൂപക്ക്. ഓട്ടോമാറ്റിക് ആണ്? അല്ല, ഓട്ടോമാറ്റിക് ആണ്. എന്താ അത് ചെയ്ത് തരികയാണെങ്കിൽ എനിക്ക് പൈസ കിട്ടും. പേപ്പർ ഉണ്ടോ അതിന്റെ? എല്ലാ ഒറിജിനൽ പേപ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതാണ്, നമ്മൾ ഉത്തരവാദിത്തം ഏറ്റിട്ട് നമ്മളൊന്നും ചെയ്യണ്ട. ഇത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉത്തരവാദിത്തം ഏക്കണ്ട. ഞാൻ അതിന് ഉത്തരവാദിത്തം ഏക്കൂല. ഈ 5 ലക്ഷം റുപ്യ നമുക്ക് നിങ്ങൾ തന്നു കഴിഞ്ഞാല്, ആ വണ്ടി തന്നാല് പിന്നെ നിങ്ങൾ പിടുത്തം വിട്ട്, അങ്ങനെയാണോ? 5 ലക്ഷം റുപ്യ നിങ്ങൾ തന്നു, ആ വണ്ടി നിങ്ങൾ എനിക്ക് തന്നു, പിന്നെ നിങ്ങൾ പിടുത്തം വിട്ട്, പിന്നെ ആ വണ്ടി പോയാൽ നിങ്ങൾ അറിയില്ല, അങ്ങനെയാണോ? അങ്ങനല്ല. അതായത് അതിന്റെ ഒരു മസൂല് ഞാൻ അറിയില്ല. ഈ ടീമിനായിട്ട് ഞാൻ ബന്ധമില്ലാത്തതാണ്. ഇക്കൊരാൾ 10-ാം തീയതി വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, വണ്ടി ഉണ്ടോ എന്ന് കയറ്റി തരുമോ വെച്ചിട്ട്. പക്ഷെ ഞാന് ആ വണ്ടി ഞാൻ ഇന്റെ ഗേൾഫിൽ പോണെങ്കിൽ അത് ഇങ്ങളെ കണ്ട ഞാൻ എടുക്കുള്ളൂ, അല്ല എനിക്കറിയില്ല. വേണ്ട. അല്ലെ ഇപ്പൊ ഞാൻ പിന്നെ അങ്ങനല്ല. ഞാൻ എന്താണെന്നറിയോ, ഞാൻ വണ്ടിയുടെ പരിപാടിയൊക്കെ നിർത്തി മോനെ. നമുക്ക് സമാധാനം വേണ്ടത്. ഈ ഒരു കേസിന്റെ മേലിൽ ഞാൻ വരില്ല. നിങ്ങൾ പറയാ നോഫല ഇജ് ആ വണ്ടി 5 ലക്ഷം റുപ്യക്ക് കയറ്റിക്കോ, അത് തന്നാളെന്ന് പറഞ്ഞാൽ നമ്മൾ കെട്ടിത്തരും. വേണ്ട. ആ വണ്ടി അതല്ല, ഈ ടീമിനെ അറിയില്ല. ഇവര് പറഞ്ഞ ചരിത്രം മാത്രമൊക്കെ അറിയുള്ളൂ. പൊന്നാനിത്തെ ഒരു ചങ്ങായിയുടെ വണ്ടിയാണ് KL54. വണ്ടിയുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടു. ഫോട്ടോ ഒന്നും കുട്ടടിക്കാം. ഒറിജിനൽ RC ബുക്ക് വണ്ടി ഉണ്ടായി? ഒറിജിനൽ RC ബുക്ക് ഉണ്ട്, ഒറിജിനൽ ചാവി ഉണ്ട്, ഒക്കെ ഉണ്ട്. ഓട്ടോമാറ്റിക് ആണല്ലേ? നമുക്ക് ഈ വണ്ടി കാസർഗോഡ്ക്ക് കൊടുത്താലോ? അത് എടാ, ഞമ്മള് വെറുതെ റിസ്ക്, ഞാൻ ഒരു റിസ്ക്. അല്ല, 5 ലക്ഷം റുപ്യ 4 ലക്ഷം റുപ്യ കൊടുക്കൂ, ഉറപ്പ് ഞാൻ മരിക്കും. അതൊക്കെ എന്റെ ഇഷ്ടം. 100 വട്ടം. എന്നാ ഫോട്ടോ എടുത്ത് അയച്ചോണ്ടോ. പിന്നെ വേറെ കാര്യമുണ്ട്. നമ്മൾ ടീമിന്റെ അടുത്ത് വണ്ടി എപ്പോ പോയാലും കിട്ടും, പക്ഷെ അവർക്ക് വണ്ടി പൊക്കാനായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർ കഴുത്തിറക്കും. അത് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കും ചെയ്തു. നിങ്ങൾ വരുന്ന ടീമിനോട് ഉടലുമ്പോ തല ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞു കൊടുത്തത്. അന്ന് ഫോട്ടോകൾ എനിക്ക് അയച്ചോട്ടാ. പിന്നെ പക്ഷെ അതിന് വേണ്ട. ഞാൻ എന്താ അറിയോ, അത് ഞാൻ പിടിച്ച് പോരാട്ടി ഇട്ട മാതിരിക്ക് വേണ്ട. നിങ്ങളാക്കണ്ട, നിങ്ങൾ അവരെ മുട്ടിച്ചല്ല, എനിക്ക് ആ വണ്ടി അയച്ചല്ല, പ്രശ്നം കഴിഞ്ഞിട്ട് ഞാൻ എന്നെ മുട്ടിച്ചേരായിക്കോട്ടെ. എനിക്ക് ഒരു മരിക്കാൻ പറ്റണം, അത്രേ ഉള്ളൂ. അതൊക്കെ കണക്ക് കിട്ടും, 100 വട്ടം കിട്ടും. എന്നാ വാട്സാപ്പിൽ അയച്ചോ ടീച്ചർ. ഓക്കെ, ശരി.